1,33,00,000 രൂപ കടഭാരത്തിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അന്ന് കോടീശ്വരനായിട്ട് ജീവിച്ചപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, രാഷ്ട്രീയത്തിൽ എല്ലാം പിടിപാടാ. 1,33,00,000 രൂപ കടഭാരം വന്ന് വീട് ജപ്തിക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ല. സ്തോത്രം. പണമുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ തിരിഞ്ഞു നോക്കും, ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ തിരിഞ്ഞു നോക്കും. എന്നാൽ പണവും ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് നിന്നെ നോക്കുവാൻ യേശു അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകരുമില്ല, മറ്റൊരു ബന്ധുക്കാരും നിനക്കുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഏതു നേരത്തും വിശ്വസിക്കാൻ പറ്റുന്നവൻ, ഏതു നേരത്തും വിളിച്ചാൽ ഓടി വരുന്നവൻ, അത് യേശു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമോ ആ യേശു നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരാരാധന, ഒരു ഹല്ലേലൂയ, ഒരു സ്തോത്രം. ആമേൻ. അത് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ സഭാരാധന മുടക്കി മാറി നിൽക്കുന്ന ജനം കഷ്ടമാണ്. അവന്റെ പ്രാണൻ നിനക്ക് വേണ്ടി തന്നത്, എന്നിട്ട് അവൻ ആഗ്രഹിക്കുന്ന നിന്റെ പ്രാണനെയല്ല, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഹല്ലേലൂയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശു ഇതിന്റെ മധ്യത്തിലുണ്ട്. അവൻ ഇന്നും വന്നിട്ടുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്. അവൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ 2026 തുടക്കത്തിൽ വരാമെന്നല്ല പറഞ്ഞത്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യത്തിൽ വരാമെന്ന് പറഞ്ഞവൻ ഈ വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവന് വാ തുറന്ന് ആദരങ്ങൾ എടുത്ത് ദൈവത്തിന് ഹല്ലേലൂയ പറ. നിങ്ങൾക്ക് തോന്നും എന്തിനാണ് പാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ശരീരം മുഴുവനും ദൈവത്തിന്റെ സൗഖ്യം. എൻ്റെ ഈ ജീവിതം പോലും ദൈവത്തിന്റെ സാക്ഷ്യമാണ്. എനിക്ക് കിട്ടുന്ന വേളയിലൊക്കെ ഞാനത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. എത്രയോ സൗഖ്യങ്ങൾ കർത്താവിന്റെ ശരീരത്ത് വന്നു. ആമേ. 31 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡിസ്ക് സ്ലിപ്പായി പോയി. ഒരു ഇംഗ്ലീഷ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ അത് സൗഖ്യമാകത്തില്ലെന്ന്. ഭയപ്പെട്ട ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല. എന്നാൽ ആ വേദന കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലോട്ട് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ എൻ്റെ നടുവിന് പെയിനായിട്ട് ഞാൻ അവിടെ സ്റ്റക്കാട്ട് നിന്നു. എനിക്ക് അനങ്ങാൻ മേല. ഞാൻ നിലവിളിച്ചു. എന്നെ കുറെ പേര് പിടിച്ച് ഒരു ഓഫീസിനകത്ത് കൊണ്ടിരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ. പെട്ടെന്നൊരു ദൈവശക്തി എൻ്റെ മുകളിൽ വന്നു. അന്ന് പാടിയ പാട്ടാണ്, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ യേശുവൻ കൂടെയുണ്ട്. ആ ഓഫീസിൻ്റെ അകത്ത് നിന്ന് ഒരൊറ്റ പാട്ടാ. ആ ഓഫീസിലിരുന്ന എൻ്റെ സുഹൃത്ത് സജി അപ്സെറ്റായിട്ട് നോക്കി എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് അറിയത്തില്ല. കുറെ പേര് കൂടി നടുവേദന എടുക്കുന്ന എന്നെ അവിടെ കൊണ്ടുവന്നതാണ്. ഞാൻ പാട്ടുപാടി കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ പ്രിയ സുഹൃത്ത് ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ആ ആരാധന കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ നടുവിന് വേദന തിരിയുന്നു, അങ്ങോട്ട് തിരിയുന്നു, എൻ്റെ കാല് ഉയർത്തുന്നു, കുനിയുന്നു. എന്നിട്ട് ഞാൻ ചാടി എന്നിട്ട് പറഞ്ഞു, കണ്ടോ സജി, എൻ്റെ യേശുവിനെ നീ കണ്ടോ? ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ ഡിസ്കിനെ യഥാസ്ഥാനപ്പെടുത്തിയ യേശുവിനെ നീ കണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമോ ആ സൗഖ്യമാണ് സജിബറിനെ ദൈവമായിട്ട് കൂടുതലും അടുപ്പിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഒരുപാട് സൗഖ്യം ഞാൻ ടി വിക്കകത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൺമുമ്പിൽ വെച്ച് ലൈവായിട്ട് യേശു ഒരാളെ സൗഖ്യമാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ആമേൻ. 31 വർഷം കഴിയുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ സിറ്റ് ഔട്ടിൽ എൻ്റെ കാല് തന്നിപ്പോയി. എൻ്റെ സ്റ്റെപ്പിന്റെ 2ാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ നടുപിടിച്ചിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് അത്ര ദൂരം തെറിച്ചു പോയി. അവിടുത്തെ ചോര ചത്തിട്ടു ആ ഡിസ്കിനെ തൊടുവാൻ എൻ്റെ സ്വർഗം അനുവദിച്ചില്ല. എടാ, ദൈവം സൗഖ്യമാക്കിയതാണോ? ശത്രു പുറത്തു കളഞ്ഞതിനെ യേശു ആ സിസ്റ്റത്തിൽ കൊണ്ടുവച്ചെങ്കിൽ ഇനി നീ വീണാലും അത് തൊടുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് പാൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സൗഖ്യമുണ്ടല്ലോ, അത് സ്ഥായിയായ സൗഖ്യമാണ്. ആ യേശുവിനെ എനിക്ക് ഉയർത്താതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾക്ക് സാക്ഷ്യം കേൾക്കണമോ? സ്പോണ്ടിലോസിന്റെ പ്രശ്നത്താൽ എൻ്റെ കഴുത്തനക്കാൻ വയ്യാത്തൊരു വ്യക്തിയായിരുന്നു. സ്പോണ്ടിലോസ്, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. ഏതൊരു ദൈവദാസന്റെ പ്രസംഗം അന്ന് ഞാൻ വിശ്വാസത്തിൽ പോലും വന്നിട്ടില്ല. ഏതൊരു ദൈവദാസൻ പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന
ഒരു യൗവനക്കാരൻ സ്പോണ്ടിലോസിന്റെ പ്രശ്നമായി ഭാരപ്പെടുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പാ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കൈ തോളിൽ വെക്ക്. ഇവിടെ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി. ഇന്ന് വർഷം 10-40 ഇതുവരെ ആയിട്ട് പിന്നെ സ്പോണ്ടിലോസിസ് എനിക്ക് ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഇന്ന് പ്രായത്തിൻ്റെതായിട്ടുള്ള ചില വേദനകളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ രോഗത്തിന്റെ ഒരു അസ്വസ്ഥ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആമേ, ഈ ദൈവത്തെ എനിക്ക് ഉയർത്താതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. 9-8 വർഷത്തിന് മുമ്പ് ക്യാൻസർ പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചത്തുപോകുന്ന വിധി എഴുതിയതാ. ആ എന്നെ ദൈവം ഈ 9 വർഷം വീണ്ടും കാത്തു പരിപാലിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെ നിർത്തിയ ദൈവത്തിനെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം. ആ ക്രിസ്തുവിന്റെ നക്ഷത്രമാണ് ഞാൻ. വിദ്വാൻമാരൊരു നക്ഷത്രം കണ്ടത് ദൈവത്തിന്റെ നക്ഷത്രമാ. ആ നക്ഷത്രം വിദ്വാൻമാരെ കൊണ്ടെത്തിച്ചത് യേശുവിന്റെ മുമ്പിലാണെങ്കിൽ അതേ നക്ഷത്രമായി കഴിഞ്ഞ 20 വർഷമായി ക്രിസ്തുവിന്റെ നക്ഷത്രമായി ഞാൻ ജീവിക്കുകയാണ്. അനേകം പേരെ ദൈവരാജ്യത്തിൽ കൊണ്ടു നിർത്തി ക്രിസ്തുവിനെ കരങ്ങളിൽ കൊടുക്കുന്ന ശുശ്രൂഷ. അതെ, ഇന്ന് 2026 തുടങ്ങുമ്പോൾ ഈ 2025 അവസാനം വരെ ദൈവം ചെയ്ത ചെറിയ നന്മകൾ പോലും നിങ്ങൾ ഓർക്കണം. നിന്റെ കുടുംബത്തെ സഹായിച്ചത്, നിന്റെ രോഗത്തെ സൗഖ്യമാക്കിയത്, അത് ഓർത്തിട്ട് 2026 തുടക്കത്തിൽ തീരുമാനമെടുക്കണം. ഇതുപോലെ തകർന്നു കിടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഉറപ്പായിട്ടും നിന്റെ പ്രവൃത്തിയെ തമ്പുരാൻ മാനിച്ചിരിക്കും. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം ഈ 2025 അവസാനം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന നക്ഷത്രമായി മാറുവാൻ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? അവർ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കാട്ട്. യേശുവിനോടൊന്ന് പറഞ്ഞ, യേശുവേ, ഈ നിമിഷം വരെ ഒരാത്മാവിനെ പോലും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ആരോടും എനിക്ക് ദൈവത്തെ പറ്റി ഒന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2026 തുടക്കം മുതൽ ആരെ കണ്ടാലും ദൈവത്തെ പറ്റി പറയുവാൻ എന്നെ നീ സഹായിക്കണമേ. നിന്റെ അടുത്തോട്ട് അനേകം പേരെ കൊണ്ടെത്തിക്കുന്ന ഒരു നക്ഷത്രമായി മാറുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. അതിൻ്റെ അഭിഷേകം തന്നെ നിറയ്ക്കണമേ. കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. എല്ലാവരും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ.